ഇടമലയാർ കനാൽ അഴിമതി കേസിൽ അപൂർവ വിധിയുമായി തൃശൂർ വിജിലൻസ് കോടതി. 51 പ്രതികളിൽ 49 പേരും കുറ്റക്കാരെന്ന് കോടതി. പദ്ധതിയുടെ ഭാഗമായി ചാലക്കുടിയിൽ കനാൽ പുനരുദ്ധാരണം നടത്തിയതിലെ അഴിമതിയിലാണ് കേസ്. വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു. കിരൺകുമാർ, അല്പസമയത്തിനകം ശിക്ഷാവിധി പുറത്തുവരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താ ഈ നടപടി? കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയ പ്രധാനപ്പെട്ട നിഗമനങ്ങൾ എന്തെല്ലാമാണ്? വിനോദ്, ഇടമലയാർ ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചാലക്കുടി കനാലിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുള്ള അഴിമതിയിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. തൃശൂർ വിജിലൻസ് കോടതിയാണ് വിധി പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് 51 പേർക്കെതിരെ ആണ് നേരത്തെ പ്രതി ചേർക്കപ്പെട്ടിരുന്നത്. ഇതിലെ എഞ്ചിനീയർമാരും കരാറുകാരടക്കം ആയിരുന്നു ഈ 51 പ്രതികൾ ഉണ്ടായിരുന്നത്. ഇതിൽ 49 പേരും കുറ്റക്കാരാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഈ ചാലക്കുടി കനാലിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 1,05,72,919 കോടി രൂപയുടെ നഷ്ടം സർക്കാരിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഈ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 8 കിലോമീറ്റർ ദൂരത്തിലുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് 200 മീറ്റർ മുതൽ 300 മീറ്റർ വരെ ഓരോ കരാറുകാർക്കും വീതിച്ച് നൽകിക്കൊണ്ട് ഈ എഞ്ചിനീയർമാരും ഇതിലെ മറ്റ് പ്രതികളും ഒത്തുകളിച്ചു എന്നുള്ളൊരു കാര്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ കേസും എടുത്തിരുന്നത്. പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ഈ നിർമ്മാണത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ നിർമ്മാണം പൂർത്തീകരിച്ചത് മതിയായ സാമഗ്രികൾ ഉപയോഗിക്കാതെയാണ് എന്ന കണ്ടെത്തലും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ 59 പേർക്കെതിരെയാണ് പ്രതി ചേർത്തിരുന്നത്. ഇതിൽ 49 പേരും കുറ്റക്കാരാണ് എന്നുള്ളൊരു കണ്ടെത്തലാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അല്പസമയത്തിനുള്ളിൽ തന്നെ കോടതി ഈ കേസിൽ വിധി പ്രസ്താവിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇടമലയാർ കനാൽ കേസിലെ പ്രതികളിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർക്കുള്ള ശിക്ഷാവിധി ഉടൻ പുറത്തുവരും. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ.